അപ്പൊ ഈ ഒരു ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 30,000 ആള് കൊല്ലുന്നതിലേക്ക് ഇവരെ കൊണ്ടെത്തിച്ചത് അത് ഹമാസ് ആണോ ഇസ്രായേലാണോ? ഒരു കള്ളപ്പട്ടണി സീസണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഫ്ലാഗും ബാക്കിൽ വെച്ചിട്ട് ജനസൈഡ് നടത്തിയ ഒരു കൺട്രീനെ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അദ്ദേഹം സംഖ്യയായിരിക്കും, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി ഇല്ലാത്ത ആളായിരിക്കും. ആരിഫ് ഹുസൈൻ ഹ്യൂമാനിറ്റി ഇല്ലാത്ത ഒരാളാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ബട്ട് ഹി ഹാസ് എ ക്ലിയർ പൊളിറ്റിക്കൽ അജണ്ട. അദ്ദേഹത്തിന്റെ പല വീഡിയോസും ഇവിടെ കൊണ്ടുവന്ന് ഇടാൻ പോലും എനിക്ക് താല്പര്യമില്ല. ബിക്കോസ് ഒക്കെ പ്രൊപ്പഗണ്ട വീഡിയോസ് ആണ്. ചില ന്യൂസ് എല്ലാം ഡീബങ്ക് ചെയ്തിട്ട് അദ്ദേഹം പറയുന്നു ഇവിടെ ഫെമിൻ ഇല്ല, ഇവിടെ സ്റ്റാവേഷൻ ഇല്ല, കുട്ടികൾ മരിച്ചത് ഇങ്ങനെ കാര്യം ഡിസീസ് വന്നിട്ടാണ് എന്നൊക്കെ പറയുന്ന പല വീഡിയോസും ഉണ്ട്. ഒന്നോ രണ്ടോ ഡീബങ്ക് ചെയ്ത ന്യൂസ് എടുത്തിട്ട് ഇത്രയും മോർ ദാൻ 60,000 ആൾക്കാർ 2 വർഷമായിട്ട് ഗാസയിൽ മരിച്ചു വീണിട്ടുണ്ട്. അതിൽ 80% ആൾക്കാരും സിവിലിയൻസ് ആണ്. ഹമാസിനെതിരെയുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആണ് ഇസ്രായേൽ നടത്തുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ അതിൽ മരിച്ചു വീണ 19,000 അബവ് കുട്ടികളെ പറ്റിയിട്ടോ സിവിലിയൻസിനെ പറ്റിയിട്ടോ ഒരു ധാരണയും ഇല്ലാതെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എന്റെ പേടി എന്താണെന്ന് വെച്ചാൽ ഇനി ചിലപ്പം കുറെ കഴിഞ്ഞാൽ അദ്ദേഹം പറയുമായിരിക്കും അവിടെ യുദ്ധമേ നടന്നിട്ടില്ല, ഒരു ബോംബ് പോലും ഇസ്രായേൽ പൊട്ടിച്ചിട്ടില്ല, അവിടെ എല്ലാം ചെയ്തത് ഹമാസ് ആണെന്ന് പറയാൻ വരെ അദ്ദേഹം മടിക്കില്ല. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ അജണ്ട ഇപ്പം അദ്ദേഹത്തിന്റെ പിന്നിലുണ്ട്. നമ്മൾ അതിനെ കൗണ്ടർ ചെയ്താൽ ഓക്കെ നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ എന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇത് ആ മീഡിയ പറഞ്ഞതാണ്, ഇത് ഈ മീഡിയ പറഞ്ഞതാണ്, ഇതൊക്കെ തെറ്റാണെന്ന് പറയും. വെൻ യു ടോക്ക് അബൌട്ട് പ്രൂഫ്സ്, നിങ്ങൾ ഇസ്രായേൽ മീഡിയ പുറത്തുവിടുന്ന പല കാര്യങ്ങളും കൊണ്ടുവന്നിട്ടാണ് ഇത് ഇവിടെ ഇങ്ങനെയാണ് സംഭവിച്ചത്, അത് ഹമാസാണ് ചെയ്തത്, ഇത് ഇങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലുള്ള മിക്ക മീഡിയ റിപ്പോർട്ട് ചെയ്ത ന്യൂസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ചോറ് കഴിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അവിടെ എന്താ സംഭവിക്കുന്നത്. ആൻഡ് ഐ ഹാവ് നോ ഐഡിയ വൈ ഹി സ്റ്റിൽ സപ്പോർട്ട്സ് ഇസ്രായേൽ കീപ്പിംഗ് ദ ഫ്ലാഗ് ബിഹൈൻഡ്. നല്ല മനക്കെട്ടി വേണം. പിന്നെ അദ്ദേഹം എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഗാസനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നത്? സുഡാനിൽ സിവിൽ വാർ നടക്കുന്നുണ്ടല്ലോ, അതിനെ കുറിച്ചൊന്നും പറയുന്നില്ലേ? ആരിഫ് ഹുസൈൻ എന്തുകൊണ്ടാണ് സുഡാനെ കുറിച്ച് സംസാരിക്കുന്നത്? ബിക്കോസ് അവിടെ RSF റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് ആണ് ഈ സിവിൽ വാറിന് തുടക്കമിട്ടത്. അപ്പൊ ഇസ്ലാമിക് ടെററിസ്റ്റുകൾ എന്ന് പറയുന്ന ആൾക്കാർ നടത്തുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ, അതെങ്കിലും രാജ്യത്ത് ഒരു വാർ ഉണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് മാത്രമേ ആരിഫ് ഹുസൈൻ സംസാരിക്കുകയുള്ളൂ. സോ അദ്ദേഹത്തിന് ഒരു പ്രോപ്പഗണ്ട ഉണ്ട്, അദ്ദേഹം അത് മാത്രമാണ് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് കേട്ടിട്ട് അതിന്റെ കോമന്റ് ബോക്സ് കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും മാറ്റിയെടുക്കാനും സാധിക്കും.